കൊല്ലം തേവലക്കരയിൽ സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച ഞെട്ടലിൽ കേരളം. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിലുള്ള വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനാണ് മരിച്ചത്. ഷെഡിന് മുകളിൽ വീണ് ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഭൂനിരപ്പിൽ നിന്നും ഷെഡിൽ നിന്നും വൈദ്യുതി ലൈൻ സുരക്ഷിത അകലം ഉണ്ടായിരുന്നില്ല. KSEBയുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തുറന്നു സമ്മതിച്ചു. മകനെ നഷ്ടപ്പെട്ടതിൽ ആരെയും കുറ്റപ്പെടുത്താനില്ലെന്ന് അച്ഛൻ മനോജ് പറഞ്ഞു. ഷമീർ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഏറെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പണിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വൈകിട്ട് നേരത്തെ വരാൻ മോനെന്നും പറഞ്ഞ് ഞാൻ പോരുന്നതാ. മോനെ അവിടെ കൊണ്ടാക്കിയിട്ടേ എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. എൻ്റെ മോനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ടേ പോരുന്നേ. അത്ര അറിയത്തുള്ളൂ. ഇന്ന് രാവിലെ 9:15 മണിയോടുകൂടിയാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ മിഥുൻ എന്ന കുട്ടി ചെരുപ്പെടുക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ക്ലാസ് മുറിയിലടുത്ത ഷെഡിലേക്ക് ചെരുപ്പ് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ വലിച്ചെറിയുകയും ആ ചെരുപ്പ് എടുക്കാനായി ആ ഷെഡിലേക്ക് കയറുന്ന വഴി തെന്നി വീണ ഷോക്കേറ്റ് ആ കുട്ടി മരിക്കുകയും ചെയ്തത്. ഇതിനുശേഷം കുട്ടിയുടെ മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ സുരക്ഷിതമാണെന്ന് കഴിഞ്ഞയാഴ്ച മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഒട്ടും സുരക്ഷിതമല്ലാതെ ഒരു കുട്ടി ഇന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. സ്കൂളിലേക്ക് വലിയ പ്രതിഷേധം, ഈ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതോടുകൂടി സ്കൂളിലേക്ക് വലിയ പ്രതിഷേധം BJP, അതുപോലെ തന്നെ SFI, ABVP തുടങ്ങിയ എല്ലാ സംഘടനകളും, AYF അടക്കമുള്ള എല്ലാ സംഘടനകളും സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. എന്നാലും മന്ത്രിമാരായ ശിവൻകുട്ടിയും KN ബാലഗോപാലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെത്തി കുട്ടിയുടെ മൃതദേഹം കണ്ടു. എന്തായാലും വൈദ്യുത വകുപ്പും KSEBയും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരാണ് ഇതിൽ ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടരുന്നു. നാളെയും വിദ്യാർത്ഥി സംഘടനകൾ ഈ സ്കൂളിലേക്ക് മാർച്ച് നടത്തും. ഇന്ന് കോവൂർ കുഞ്ഞുമോൻ MLA ഈ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് കരിങ്കൊടി കാണിച്ചു. ഇവിടുത്തെ മാനേജ്മെന്റിനെതിരെ വലിയ പ്രതിഷേധം. അതുപോലെ തന്നെ സ്കൂളിലെ ഈ ഷെഡ്, അതുപോലെ ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല, ഈ ഷെഡിന് പഞ്ചായത്ത് അനുമതി നൽകിയില്ല, അങ്ങനെ തുടങ്ങിയ വിവിധങ്ങളായ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വരികയും ചെയ്തത്.